സാറേ, ഒരു 6 മാസം മുമ്പ് നമ്മൾ കേട്ടതാണ് തൃശ്ശൂർ കേന്ദ്രമാക്കിയ ഒരു ഹൈറിച്ച് തട്ടിപ്പ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതോടുകൂടി മലയാളികളുടെ അബദ്ധം അല്ലെങ്കിൽ മലയാളികൾക്ക് പറ്റുന്ന ഈ കബളിപ്പ് ഇതെല്ലാം തീരുമെന്ന്. ഇപ്പോൾ കേൾക്കുന്നു അനന്തുവിൻ്റെ അനന്തമായ തട്ടിപ്പിൻ്റെ കഥ. 33,000 പേരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചു എന്നാണ് കേൾക്കുന്നത്. ഒരു കാലത്ത് തേക്ക് മാഞ്ചത്തിൽ തുടങ്ങിയതാണ്. എന്നെങ്കിലും ഈ മലയാളിയുടെ കബളിപ്പിക്കപ്പെടാനുള്ള ത്വര അവസാനിക്കും. ഇപ്പോഴത്തെ ഈ നിലവിലുള്ള അവസ്ഥ പോകുകയാണെങ്കിൽ ഇനി അടുത്ത വർഷം വീണ്ടും ഒരു സംഗതി വരും. ഇത് അവസാനിക്കാനുള്ള സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ആട് തേക്ക് മാഞ്ചത്തിന് മുമ്പ് വേറൊരു സംഗതി ഉണ്ടായിരുന്നു, ലാബെല്ല ഫിനാൻസ്. അത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല, കുട്ടികളായിരിക്കും. അതുപോലെ ബാങ്കിങ്, എല്ലായിടത്തും നല്ല ബാങ്കിങ് സംവിധാനങ്ങൾ, നല്ല പക്ക ഈ പറഞ്ഞ ഈ മോഡേൺ HDFC ICICI ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഈ ലാബെല്ല ഫിനാൻസിയേഴ്സ് ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്ന ദിവസമാണ്. ഒരു സുപ്രഭാതത്തിൽ ഇത് മുങ്ങി. അതിനുശേഷമാണ് ആട് തേക്ക് മാഞ്ചിയം വരുന്നു. പിന്നെ അതിനുശേഷം ഇത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഈ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പല്ലേ ഒരു ലേഡി ഡോക്ടറും വേറെ ഇതുപോലൊരു ബിരുദനും ഉൾപ്പെട്ട മറ്റൊരു തട്ടിപ്പ് വന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഓൺലൈനിലൂടെ തട്ടിപ്പ്, കോടികളൊക്കെയാണ് തട്ടിച്ചുകൊണ്ട് പോകുന്നത്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്, അല്ലാതുള്ള തട്ടിപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം നമ്മുടെ ഈ അനന്തുവിൻ്റെയും ഈ ഹൈറിച്ചിൻ്റെയും വരുന്നത്. ഇപ്പം നമ്മുടെ ഈ സംസ്ഥാന ബജറ്റിനകത്ത് നമ്മുടെ ബുദ്ധിരാക്ഷസന്മാരെല്ലാം കൂടെ ചേർന്നിട്ട് 366 കോടി രൂപയുടെ അധിക നികുതി വരുമാനമാണ് അവർ സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ നേരത്തെ സിനു പറഞ്ഞ ഈ ഹൈറിച്ച് പ്രതാപനും അദ്ദേഹത്തിൻ്റെ ഭാര്യ സറീനയും കൂടി മുഖ്യമന്ത്രി അസംബ്ലിയിൽ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ 3,141 കോടി രൂപയാണ് മലയാളിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തത്. അനായാസം. അതാണ് ഏറ്റവും പ്രധാനം. പിരിക്കാൻ പോകേണ്ട ആൾക്കാരോ ഒന്നുമില്ല, ജനങ്ങളോട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അനന്തു ഇപ്പോൾ 33,000 മാത്രമല്ല, എനിക്ക് വേറൊരു കണക്ക് കേട്ടത് ഏതാണ്ട് 33,000 പേർക്ക് ഇനി കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. പരസ്യമായിട്ട് ഒന്നുമില്ല 33,000 പേര്. അപ്പോൾ അനന്തുവിൻ്റെ സംഗതി, അനന്തു ഇപ്പം എനിക്ക് തോന്നുന്നത് 450-ലും 600-ലും ഒന്നും നിൽക്കില്ല, അതിനേക്കാൾ കൂടുതൽ പോകുന്നത് തോന്നുന്നത്. അപ്പോൾ ഇത് കേരളത്തിൽ വളരെ ഈസി ആയിട്ട് നടത്താൻ പറ്റുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പദ്ധതി തയ്യാറാക്കിയാൽ മതി. പദ്ധതി തയ്യാറാക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മളൊരു നേതാവിനെ പിടിക്കണം. ഭരണകക്ഷിയിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ആണെന്നുണ്ടെങ്കിൽ അത്. അപ്പോൾ അത് വെച്ചിട്ട് ആ നടക്കുന്ന ചടങ്ങ് വളരെ സിൻസിയറായിരിക്കണം. അതായത് ഇപ്പം പാതി വിലയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാതി വില ആരുടെയെങ്കിലും നിന്ന് വാങ്ങിയിട്ട് പാതി വിലയ്ക്കുള്ള സ്കൂട്ടർ കൊടുക്കുന്നു. ഇത് CSR ഉപയോഗിച്ചിട്ടാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാണെന്ന് പറഞ്ഞിട്ട് പാതി വിലയ്ക്കുള്ള സ്കൂട്ടർ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഗൃഹോപകരണങ്ങൾ, കമ്പ്യൂട്ടർ, ഇതൊക്കെ കൊടുക്കുന്നു. ഇത് വിതരണം ചെയ്യാനായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി നേതാവും തയ്യാറാവും. അപ്പോൾ ഇതേപോലൊരു കുറേ പരിപാടികൾ നടത്തി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ പദ്ധതിക്ക് ആവശ്യമായ പബ്ലിസിറ്റി ലഭ്യമായി കിട്ടും. പാതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുന്നു അല്ലേ, മാധ്യമങ്ങളിലെല്ലാം വരുന്നു. ഇത് വിതരണം ചെയ്യുന്നതാണെങ്കിൽ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാക്കന്മാർ, മന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളിലുള്ള നേതാക്കന്മാർ, വിവിധ രാഷ്ട്രീയ കക്ഷിക്കാരെ ഒരു കൂട്ടുനിർത്തും. അതെ, അങ്ങനെ വരുമ്പോഴാണ് ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും, നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും അഴിമതിക്കെതിരെയൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും എല്ലാം ഈ പറഞ്ഞതുപോലെ കാശ് പല കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാക്കിയിട്ട് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത്തരം നേതാക്കളും മറ്റു കാര്യങ്ങളൊക്കെ ഈ ഇപ്പോൾ കാറിൽ ഇങ്ങനെ 24 മണിക്കൂറും അതല്ലെങ്കിൽ സഞ്ചരിക്കുന്നത്, ഡ്രൈവറെയൊക്കെ വെച്ച് സഞ്ചരിക്കുന്നതും ജീവിക്കുന്നതിനൊക്കെ കാശ് വേണ്ട. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ ഇത്തരം ഈ സോഴ്സസിൽ നിന്നാണ് പലരും ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു അംശം ഇവർക്കൂടെ ചെല്ലും കുറച്ച്. ഇപ്പോൾ അത് ചിലപ്പം പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് ഒരു വലിയ ഡൊണേഷൻ കൊണ്ട് കൊടുക്കും. അതല്ല, വേറെ ഏതെങ്കിലും ഒരു ആവശ്യമാണ് വരുന്നതെങ്കിൽ ഇദ്ദേഹത്തിനെ വിളിച്ച് പറയും ഒരു കുറച്ച് ഡൊണേഷൻ വേണമെന്ന്. അപ്പോൾ ചിലപ്പോൾ ഒരു 50 ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 കോടി കൊടുത്തുന്നിരിക്കും. അപ്പോൾ ഇത് വളരെ വിശ്വാസം നേടുന്നു. അതോടൊപ്പം തന്നെ ഇവരുമായിട്ടൊരു ബന്ധം വരുന്നു, ആക്സസിബിലിറ്റി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ പല തലങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അധികാര കേന്ദ്രങ്ങൾ ചിലപ്പം വേണമെങ്കിൽ ഇപ്പം പ്രധാനമന്ത്രിയോടൊപ്പം തന്നെ ഇത് അവതരിപ്പിക്കുന്നൊരു സംഗതി വരുന്നു, മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന സാധനം വരുന്നു, മന്ത്രിമാരോടൊപ്പം നിൽക്കുന്നു, അവരുടെ തെരഞ്ഞെടുപ്പുകൾ ഇത് ചെയ്യുന്നു. സ്വാഭാവികം. അപ്പോൾ വേറൊരു ക്ലാസ്സിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യുകയാണ് പെട്ടെന്ന്.
അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ മുഴുവൻ ഇത് എനിക്കും കൂടെ ഒരു അവസരം കിട്ടുമോ എന്നുള്ളൊരവസ്ഥയിലേക്ക് ജനങ്ങൾ ചിന്തിക്കുന്ന അവസ്ഥ വരും. പക്ഷേ ഏതൊരു പ്രൊഡക്റ്റും MRPയിൽ താഴെ അല്ലെങ്കിൽ പകുതി വിലയ്ക്ക് തരും എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വിശ്വാസയോഗ്യമല്ലാത്ത കാര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ എന്താ മലയാളിക്ക് പറ്റാത്തത്? അവിടെയാണ് ഈ വിശ്വാസത്തിൻ്റെ പ്രശ്നം. മലയാളി കംപ്ലീറ്റ് വിശ്വാസികളായിപ്പോയി. രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ വിശ്വാസികൾ അല്ലേ? മതം എന്ന് പറയുന്ന ഓരോ മതം ആചരിക്കുന്നതിനും വിശ്വാസികൾ. ഈ വിശ്വാസത്തിൻ്റെ അപകടം ഇതാണ്. ഇതിപ്പം കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ CSR, ഇപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഈ സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം സാമൂഹികമായ പ്രതിബദ്ധതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഒന്നുകിൽ സ്ത്രീകളെ ശാക്തീകരിക്കാൻ അല്ലെങ്കിൽ മറ്റ് താരതമ്യമുള്ളവരെ. ഇത് വളരെ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് NGOs അല്ലേ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ, അതിൻ്റെ നാഷണൽ കോർഡിനേഷൻ. അപ്പോൾ ഇതിലൂടെയാണ് ഇപ്പോൾ പിന്നെ വിവിധ സ്ഥാപനങ്ങൾ അവരുടെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങളിലേക്ക് തന്നു. സ്ത്രീ ശാക്തീകരണത്തിന് ആക്ടിവ സ്കൂട്ടർ സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് കൊടുക്കുന്നു. ഭയങ്കര ശാക്തീകരണമല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും പകുതി വില കൊടുത്ത് ആർക്കാണൊരു സ്കൂട്ടർ വാങ്ങാൻ താല്പര്യമില്ലാത്ത ചിലർക്ക് കിട്ടുകയും ചെയ്തിരിക്കുന്നു. അതെ, കിട്ടി. ചിലർക്ക് വലിയ, അതാണ് വിശ്വാസം അത്രയും കൂടിയത്. 100 പേര് പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ 50 പേർക്ക് കിട്ടുന്നു. അപ്പോൾ 50 പേർക്ക് കിട്ടിയത് വിശ്വാസമല്ലേ? തീർച്ചയായും. അത് മൊബൈൽ ഫോണായിട്ടും ലാപ്ടോപ്പായിട്ടും തയ്യൽ മെഷീനായിട്ടൊക്കെ ആയാലും ഓക്കെ. തയ്യൽ മെഷീൻ കിട്ടുന്നു, പിന്നെ വളം കിട്ടുന്നു. അതെ, അതെന്തൊരു ശാക്തീകരണമാണ്. അല്ലേ? 1500 രൂപ കൊടുത്താൽ 3000 രൂപയുടെ പച്ചക്കറി കിറ്റും അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കിട്ടി. എന്തോ നോക്കൂ. അപ്പം രാജ്യത്തിന്റെ ഈ CSR ഉപയോഗിച്ചിട്ട് രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് കൊടുക്കുന്ന ഉത്തേജനം എന്താണ്? എങ്ങനെ മനോഹരമായിട്ട് ഇത് വിതരണം ചെയ്യുന്ന ഒരു മന്ത്രിക്കോ നേതാവിനോ പോയി ഇപ്പം എൻ്റെ താങ്കളെ വിളിച്ചാൽ പോയി പ്രസംഗിക്കത്തില്ലേ? തീർച്ചയായും. ഇതാണ് ശരിക്കും മാതൃക. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതാണ് അല്ലേ? അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് ഇത് വിതരണം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടക്കിണി കിടക്കുന്ന അടുത്ത ഒരു കർഷകൻ കൊണ്ട് പകുതി വിലയ്ക്ക് കൊടുക്കില്ലേ? കാര്യം അവൻ ആ പട്ടിണിയിലായിരിക്കും. അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുന്നത് പകുതി വിലയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ഇത്രയും വിത്തും വളവും കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു ലാഭം അദ്ദേഹം കാണുന്നുണ്ട്. അപ്പോൾ ഈ ലാഭം വരികയും അതോടൊപ്പം തന്നെ മലയാളിയിലുള്ള ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ഈ ആർത്തിയാണ്. ഈ ആർത്തിയുടെ ഒരു അടിസ്ഥാന കാരണം എന്ന് വെച്ചാൽ ആന്തരികമായി നാം അനുഭവിക്കുന്ന ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യത്തിനെ ക്രിയേറ്റ് ചെയ്തതിൻ്റെ മുഖ്യ ഉത്തരവാദി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. കാര്യം ഒന്നുമില്ല എന്ന് അടിച്ചേൽപ്പിക്കുകയാണ് നമ്മൾ. ആ ഒരു ചിന്ത കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മൾ കൊയ്യുന്ന വയലെല്ലാം നമ്മളേതാകുമെന്ന് പറയുന്നു. പിന്നെ നമ്മൾ നെല്ലറകൾ ചവിട്ടിപ്പൊളിച്ചാൽ നെല്ലെടുക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ കെ എൻ രാജ് ഒരിക്കൽ വളരെ അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഭയങ്കര രോഷാകുലനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പ്രകടമായിട്ട് പറഞ്ഞു, CPM-കാർക്ക് അപ്പം പങ്കുവയ്ക്കാനേ അറിയൂ, അപ്പം ഉണ്ടാക്കാൻ അറിയത്തില്ല. വളരെ പ്രശസ്തമായൊരു സാധനമാണ്. അതായത് ആരെങ്കിലും അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തട്ടിപ്പറിച്ചിട്ട് വീതം വെച്ചിട്ട് കൊടുക്കുന്നു. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കാതെ അത് അറിയില്ല. അപ്പോൾ ഇവിടെ തട്ടിപ്പറിച്ച് കൊടുത്ത് ഇങ്ങനെ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നത് കൊടുക്കുമ്പോഴത്തേക്ക്, ഇപ്പം ഞാൻ താങ്കളുടെ കയ്യിരിക്കുന്ന ഒരു അപ്പം എടുത്ത് ഞാൻ തട്ടിപ്പറിച്ചിട്ട് വെട്ടി വീതിച്ചിട്ട് വിശക്കുന്ന 3-4 പേർ കൊടുക്കുന്നു. ഇത് കണ്ടു നിൽക്കുന്ന വിശക്കുന്ന മറ്റുള്ളവർക്കും തോന്നത്തില്ല ഇത് ശരിയാണെന്ന്, അല്ലേ? അപ്പോൾ അവരിലും ആർത്തി ഉണ്ടാവത്തില്ലേ? അപ്പോൾ അവർ വിചാരിക്കുന്നു ഇതാണ് ശരി. അപ്പം നമ്മളുടെ കഴിക്കാനുള്ള ഭക്ഷണം, നമ്മളുടെ സുഖം മറ്റുള്ളവൻ്റെ കയ്യിരിക്കുകയാണ്, അത് അടിച്ചു മാറ്റി എടുത്ത് കൊടുക്കുന്നതാണ് സുഖം. ഇതൊരു വിശ്വാസമാണ്. അപ്പം ഇതേപോലൊരു വിശ്വാസമാണ് ഈ തന്ത്ര വിദഗ്ധന്മാർ ചെയ്യുന്നത്. ആദ്യം കുറച്ച് പേർക്കൊക്കെ ഇതിങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നു, സാധനം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് തോന്നുന്നു ഇത് ശരി, എല്ലാവർക്കും കിട്ടുന്നു. അപ്പോൾ അവിടെ ആ ആർത്തി അങ്ങോട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മറിച്ച് ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ, ഇത് വിശ്വസിക്കുന്നതിന് മുമ്പ് ഇത് ശരിയാണോ പറയുന്നത്, ഇതെങ്ങനെയാണ് CSRൽ നിന്ന് കിട്ടുക, നമുക്കതിനുള്ള ഒരു ഡോക്യുമെൻ്റ് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുമോ, ഏതെങ്കിലും ഗവൺമെൻറ്റൽ ഏജൻസിയുമായിട്ടൊരു ബന്ധമുണ്ടോ, അതല്ലെങ്കിൽ ഇതേതെങ്കിലും ഒരു ഗവൺമെൻറ്. മാത്രമല്ല നമ്മളിവിടുത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ നോക്കി നിൽക്കുന്നത്? ഭരണഘടനയുടെ ഉത്തരവാദിത്തമാണല്ലോ നമ്മുടെ ജീവനും സ്വത്തിനും ഉറപ്പുമില്ല എന്നുള്ള സാധനം. നമ്മുടെ സ്വത്താണല്ലോ ഈ ധനം എന്ന് പറയുന്നത്. ഈ ധനം ചീറ്റ് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റിനാണ്. അപ്പോൾ ഇങ്ങനൊരു സംഗതി, ഒരു നാഷണൽ കോർഡിനേഷൻ ഓഫ് NGOs, മാത്രമല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്. പക്ഷേ ഭൂരിഭാഗം NGOസും ഇത് തുടങ്ങിയ ആൾക്കാർ അവരുടേതായ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ടും മറ്റാണ് ഉപയോഗിക്കുന്നത്. കടലാസ് കമ്പനികളാണ്. ഇത് പലർക്കും അറിയാം, ഇത് ഇവിടുത്തെ ഇൻ്റലിജൻസിനും അറിയാം.
ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയെന്ന് പറയാം. അതായത് 2024 പകുതിയായപ്പോൾ തന്നെ വലിയ തോതിൽ പണപ്പിരിവ് നടത്തുന്നതും ഇത് വലിയ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകി. അപ്പോൾ അതിൽ കണ്ണടയ്ക്കണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ആൾക്കാരുള്ളത് തീർച്ചയായിട്ടും വരുന്നു. അപ്പോൾ അവിടെയാണ് പറയുന്നത് ഇത് സ്റ്റേറ്റ് ഇതിനകത്ത് ഉത്തരവാദിയാണ്. സ്റ്റേറ്റിൻ്റെ ഒത്താശയില്ലാതെ ഇത്തരം ഒരു തട്ടിപ്പിൽ നടക്കത്തില്ല. അതുപോലെ ഹൈറിച്ച്, ആ ഹൈറിച്ചിൻ്റെ പ്രതാപനെയും സെറീനെയും ഈ തെളിവെടുപ്പിനെ കൊണ്ടുപോകുമ്പോൾ അവർ നടക്കുന്നതിൻ്റെ ബോഡി ലാംഗ്വേജും കോൺഫിഡൻസും വാച്ച് ചെയ്യണമായിരുന്നു. പോലീസുകാർ തന്നെ അവരെ വളരെ ഈ ഒരു പ്രതിയെ കൊണ്ടുപോകുന്ന രീതിയിലല്ല നടക്കും. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ഏതെങ്കിലും ഒരു പോലീസ് ഓഫീസറായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം മീഡിയയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അത്രയും കെയറും ചെയ്തിരുന്നു ആദ്യകാലത്ത് കയറിയിരുന്നു. പിന്നീട് ഇദ്ദേഹം മീഡിയയുടെ ഫേസിൽ മുഖത്ത് നോക്കിയിട്ട് നടന്നു. അതെ ഭാര്യ വന്നേച്ച് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഇത് തട്ടിപ്പൊന്നുമല്ല, ഞങ്ങൾ പൈസ എല്ലാം തരും എന്നൊക്കെ പറയാൻ വളരെ കോൺഫിഡൻസോടു കൂടിയാണ് പറയുന്നത്. അതൊക്കെ അപ്പോൾ ഇതെല്ലാം കാരണം കാര്യം എന്താണ്? കാരണം ഇവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള ഇതേപോലുള്ള തട്ടിപ്പുകൾ. ഇപ്പം ജോൺസൺ മാവുങ്കൽ മ്യൂസിയത്തിൻ്റെ സാധനം അല്ലേ? അതെ. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ DGP ആണ്. ആ DGPയും അഡീഷണൽ DGP കൂടെ വന്നിട്ടാണ് ആ സിംഹാസനത്തിൽ കയറി ഇരിക്കുന്ന സാധനം. അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് എത്രയാണ് അല്ലേ? അതെ. അപ്പോൾ ഇതിവിടെ വളരെ സുഗമമായി നടക്കുന്ന ഒരു മേഖലയാണ്. ഇവിടെ ശരിക്കും ഇത് ഒരു നല്ല രീതിയിൽ ഭാവനാത്മകമായിട്ടുള്ള ഭരണാധികാരികളുള്ള സ്ഥലമാണെങ്കിൽ ഇതിനെ വിനിയോഗിക്കേണ്ടത് ജനങ്ങളുടെ കയ്യിൽ കാശ് ഇഷ്ടം പോലുണ്ട്. ഇപ്പോൾ ഈ ഹൈറിച്ചിൻ്റെ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന സാധനം അതാണ്. ജനങ്ങളുടെ കയ്യിൽ ധാരാളം കാശുണ്ട്. അതേപോലെ ഇതെങ്ങനെ അവർക്ക് ഒരു റിട്ടേൺ വേണം. എങ്ങനെ അവർക്ക് അവരുടെ ഇരിക്കുന്ന കാശ് ഈ പറഞ്ഞ സമാഹരിച്ച് ക്രിയാത്മകമായിട്ട് വിനിയോഗിച്ച് അതിനകത്ത് റിട്ടേൺ ഉണ്ടാക്കി അവർക്ക് സ്ഥിരമായിട്ടൊരു വരുമാനവും കൂടെ ഉണ്ടാകുന്ന രീതിയിൽ ഇതിനെ എങ്ങനെ വിനിയോഗിക്കാൻ കഴിയും എന്നുള്ള ചിന്ത വരുമ്പോഴത്തേക്കാണ് പുതിയ പദ്ധതികളും നമ്മുടെ ഇവിടുത്തെ മാനവ വിഭവശേഷി വിനിയോഗവും സാങ്കേതികത്വം എല്ലാം കൂടെ ചേർന്ന് വരുന്ന സാധനം. ഇപ്പോൾ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് ഇത്രായിരം രൂപ കൂടി കിട്ടാനുണ്ടെന്ന് പറയുന്നു. നോക്കൂ, ഈ പ്രതാപൻ തന്നെ 3141 കോടി രൂപ അയാൾ ഒറ്റയ്ക്കുണ്ടാക്കി. അയാൾ ഈ കാപട്യം കാണിക്കണമെങ്കിലും കഴിവ് വേണമല്ലോ. അതെ. അതിൻ്റെ ഒരു 4/1 കഴിവെങ്കിലും നമ്മുടെ ആസൂത്രകർക്കും ഭരണാധികാരികൾക്കും വേണ്ടേ? അത് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്താൽ മതി. ഈ പ്രതാപൻ ചെയ്ത സംഗതി കുറേയും കൂടെ ഭാവനാത്മകമായിട്ട് വളരെ പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആ വിശ്വാസ്യതയുണ്ടെങ്കിൽ, ആ വിശ്വാസ്യതയും വേണം സർക്കാരിന് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കും. കേരളത്തിൻ്റെ ജനങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരുപാട് ആൾക്കാർക്ക് സാമ്പത്തികമായി വളരെയധികം പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. വിശേഷിച്ചും ഈ കുടുംബശ്രീയിലേക്ക് വരുന്ന ആൾക്കാരുടെ കുടുംബ പശ്ചാത്തലം നോക്കുക. അവരുടെ വീടുകളിൽ നേരിടുന്ന മദ്യപാന പ്രശ്നങ്ങൾ, അവരുടെ ഭർത്താക്കന്മാരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരെ പുലർത്തിക്കൊണ്ട് അവർക്ക് മദ്യപിക്കാനും കാശ് കൊടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ത്രീകളുടെ ഒരു വിഭാഗം കേരളത്തിലുണ്ട്. അതേപോലെ കഷ്ടപ്പെടുന്ന ഇടത്തരംകാർ ഒരുപാട് ധാരാളമുണ്ട്. ഇതിനപ്പുറം ഇതേപോലെ ധാരാളം കാശുകൾ പല രീതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും വെറുതെ വെച്ചുകൊണ്ടിരിക്കുകയും വിദേശത്തു നിന്നുള്ള പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതൊക്കെയാണ് ഈ മുഖ്യ പങ്ക് ഇതിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ സൈബർ ക്രൈമിൽ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ട്, തട്ടിപ്പുകാർ ഓടുന്നു. എങ്ങോട്ടാണ് ഓടുന്നത്? കേരളത്തിലോട്ട് ഓടുകയാണ്. എന്നിട്ട് പറയണത് മലയാളിട, നമുക്ക് മലയാളിയൊക്കെ ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ തന്നെ അങ്ങ് പറയാം. എന്നിട്ട് നമ്മൾ എല്ലാ കുഴിയിലും ചെന്ന് വീഴുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഈ സംഭവങ്ങളാണെന്ന് ഒരിക്കലും ഒരു വ്യക്തിയിലും നമ്മൾ സംഭവം എന്ന് പറയില്ല. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് ഒരൊറ്റ വ്യക്തിയും പറയില്ല. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ശക്തനായ ഒരു വ്യക്തി തൻ്റെ ശക്തി എടുത്ത് കാണിക്കത്തില്ല. കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ അശക്തതയാണെങ്കിൽ ആ ശക്തി ഇല്ലായ്മയാണ് നമ്മൾ വലിയ സംഭവമാണെന്ന് പറയാൻ കാരണം. ഇത് മലയാളി തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അന്വേഷണം വരുന്നത്. അപ്പോൾ അതിന് കേരളത്തിൻ്റെ അന്തരീക്ഷം വളരെ മനോഹരമായിട്ട് ഇപ്പോഴും ഇളകി കിടക്കുകയാണ്. ഈ അനന്തകൃഷ്ണൻ്റെയും മറ്റൊരു അനന്തനും ഉണ്ടല്ലോ. ഇതെല്ലാം ഉദാഹരണത്തിന് ലാലി വിൻസെൻ്റ് അഭിഭാഷക 46 ലക്ഷം രൂപ അവർക്ക് വക്കീൽ ഫീസായിട്ട് വാങ്ങിച്ചെന്ന് പറയുന്നു. നിയമോപദേശം നൽകിയതിന് അവർ അഭിഭാഷക എന്ന നിലയിൽ അവരുടേതായിട്ടുള്ള ഫീസ് നിശ്ചയിക്കാനുള്ള ശേഷി അവർക്കുണ്ട്, അവകാശമുണ്ട്. പക്ഷേ എങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ലാലി വിൻസെൻ്റ് ആലോചിക്കണ്ടേ, അവരിത്രയും രൂപ തരുമ്പോൾ ഇതിനകത്ത് എന്തോ ഒരു സംഗതിയുണ്ട്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിനെ അറിയിക്കുകയും അതല്ലെങ്കിൽ ഇതിനകത്തുള്ള അപാകത കാണുകയും ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ ഇത് പുറത്തേക്ക് പറയാൻ അവർക്ക് ബാധ്യതയില്ല.
ഉണ്ടാവുന്നില്ല. മറിച്ച് ന്യായീകരിക്കുകയാണ്. ഞാൻ അഭിഭാഷകയാണ്. അഭിഭാഷക എന്ന നിലയിലേക്ക് ചിലർക്ക് ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള ചില അഭിഭാഷകർ ഒരു ചെറിയൊരു കേസിന് എനിക്കറിയാം, നേരിട്ടറിയാവുന്നൊരു കേസാണ്. ആ ഒരു കേസിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് 65 ലക്ഷം രൂപയാണ് ആ അഭിഭാഷകൻ വാങ്ങിയത്. ഹൈക്കോടതി ഭയങ്കര മാധ്യമങ്ങളിലൊക്കെ കൊള്ളൊക്കെ ഉണ്ടാക്കിയ കേസാണ്. അത് ആദ്യം അപ്പിയർ ചെയ്യുന്നതിന് അഭിഭാഷകൻ വാങ്ങിയത് 65 ലക്ഷം രൂപയാണ് വാങ്ങിയത്. അദ്ദേഹത്തിന് വാങ്ങാം. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട, കേസ് വേണ്ട, അത്രയേ ഉള്ളൂ. പക്ഷേ എന്തിലും ഇവിടെ ലാലി വിൻസെൻ്റ് ഒരു രാഷ്ട്രീയ പ്രവർത്തകയും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവർക്കിത് ആലോചിക്കുക, ഇത് എങ്ങനെയാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു ബോധപൂർവമായ ഒരു ബോധാവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥയ്ക്ക് നമുക്ക് കാണാൻ പറ്റും സാധനം. അപ്പോൾ ഇതിൻ്റെ അന്തരീക്ഷത്തിന് വളരെ ഫലഭൂയിഷ്ടമായ മണ്ണാണ് കേരളം. ഇനി നോക്കിയോളൂ, അടുത്ത വർഷം മറ്റൊരു കബളിപ്പിക്കലും ഉണ്ടാവും ഇതേപോലെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.